മടപ്പുരകളിൽ കെട്ടിയാടപ്പെടുന്ന ശക്തിസ്വരൂപിണിയായ ഒരു ദേവതയാണ് മണന്തണക്കാളി. മിക്ക അമ്മദൈവങ്ങൾക്കും പിന്നിലുള്ളത് കാളി സങ്കല്പങ്ങളാണ്. കാളി ജന്മമെടുത്തത് ശ്രീപരമേശ്വരൻ്റെ തൃക്കണ്ണിൽ നിന്നാണെന്നാണ് ഐതിഹ്യം. കാളിയുടെ ജന്മത്തിനിടയാക്കിയ കഥ ദാരികനുമായി ബന്ധപ്പെട്ടതാണ്. ദാരികൻ മഹാക്രൂരനും ശക്തനുമായ ഒരു അസുരനായിരുന്നു. ഒരുപാട് കാലം ബ്രഹ്മാവിനെ തപസ് ചെയ്ത് വിശിഷ്ടമായ ഒരു വരം നേടി. ഒരു പുരുഷനും തന്നെ വധിക്കാൻ കഴിയരുത് എന്നായിരുന്നു വരം. വരം ലഭിച്ച അസുരൻ കൂടുതൽ ക്രൂരനും അഹങ്കാരിയുമായി മാറി. താനാണ് ഏറ്റവും ശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ദേവന്മാരെയും മഹാമുനിമാരെയും വേദനിപ്പിക്കാനും അപഹസിക്കാനും ദ്രോഹിക്കാനും തുടങ്ങി. എല്ലാ ദുർഗുണങ്ങളുടെയും വിളനിലയായി മാറി ദാരികൻ. രക്ഷയില്ലാതായ ദേവന്മാർ പരമശിവനെ അഭയം പ്രാപിച്ചു. പരമേശ്വരൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും പുതിയൊരു ശക്തി സ്വരൂപിണിയെ സൃഷ്ടിച്ചു. ചോരക്കുതി പൂണ്ട ഭീകരമൂർത്തിയായ കാളി. അസുരനെ വധിക്കാൻ 18 ആയുധവും മഹാദേവനിൽ നിന്ന് കാളി വാങ്ങുന്നു. വാഹനമായി ആദി കൈലാസ വേതാളത്തെയും ലഭിച്ചു. കാളി വേതാളത്തോട് എന്നെ എടുപ്പാൻ ബലം പോരുമോ എന്ന് ചോദിച്ചപ്പോൾ നിന്നെയും നിന്റെ പെരുമ്പടയെയും ആകെ എടുക്കാൻ ബലം പോരുമെന്നാണ് വേതാളം മറുപടി പറഞ്ഞത്. പന്തീരാണ്ടായി വയറു നിറയാതെ കിടക്കുന്ന വേതാളത്തിന് ദാരികൻ്റെ ചങ്കും കരളും നൽകാമെന്ന് കാളി വാഗ്ദാനം ചെയ്തു. വേതാളത്തിൻ്റെ ചുമലിലേറി ദേവി ദാരികൻ്റെ മാമരയിലേക്ക് നടന്നുകൊണ്ട് അടുത്തു. കാളകേയിൽ നിന്നും സൂത്രത്തിൽ കാളീമന്ത്രം കൈവശപ്പെടുത്താൻ ദേവിക്ക് കഴിഞ്ഞു. ആദിത്യ ഭഗവാനും ചന്ദ്രഭഗവാനും മഹിഷഭഗവാനും വേതാളവും ദാരികൻ്റെ കോട്ടയുടെ 4 ഭാഗത്തും പടനിരത്തി. കാളിയും അസുരന്മാരുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. 7 രാവും പകലും നീണ്ട യുദ്ധം. 1-ാം മണിമാടം കഴിഞ്ഞ് ദാരികന് ഒരാനയുടെ ബലം കുറഞ്ഞു. ഇങ്ങനെ 7-ാം മണിമാടം കഴിഞ്ഞ് ദാരികൻ്റെ ബലവീര്യമെല്ലാം കുറഞ്ഞുപോയി. കാളി ദാരികൻ്റെ മുടി ചുറ്റിപ്പിടിച്ച് ചുരുട്ടി തൃപ്പടി കൊണ്ടൊരടി കൊടുത്തു. 7 ലോകങ്ങളും വിറച്ചു. ദാരികനെ എവിടെ വെച്ച് കൊല്ലണമെന്ന് കാളി ചിന്തിച്ചു. മേൽലോകത്ത് വെച്ചറുത്താൽ നക്ഷത്രാദികളുടെ ബലം കുറയും. ഭൂമിയിൽ വെച്ചറുത്താൽ ഭൂമിദേവിയുടെ ബലം കുറയും. ഒടുവിൽ 8-ാം ദിവസം ത്രിസന്ധ്യാനേരത്ത് വേതാളത്തിൻ്റെ നാവിന്മേൽ വെച്ച് കരം കൊണ്ട് കീറി കാളി ദാരികൻ്റെ രക്തം കുടിച്ചു. പച്ചയിറച്ചി ഭൂതഗണങ്ങൾക്കും നൽകി. ദാരികൻ്റെ തല പിതാവിന് കാഴ്ചവെച്ചു. ദാരികവധം കഴിഞ്ഞിട്ടും കാളിയുടെ കലി അടങ്ങിയില്ലത്രേ. പരമേശ്വരൻ കാളിയെ ശാന്തയാക്കി ഭൂമിയിലേക്ക് പറഞ്ഞയച്ചുവെന്നാണ് ഐതിഹ്യം. ദേവന്മാരെയും ദേവലോകവും സംരക്ഷിച്ച അമ്മ ശ്രീ പരമേശ്വരൻ്റെ ആജ്ഞയാലെ താലിമാലയും പൊൻപണ്ടങ്ങളും എടുത്തണിഞ്ഞ് പള്ളിവാളും വെള്ളിക്കിണ്ണവും തൊഴുത് മധുകുടിച്ച് മന്ദിച്ചു രസിച്ചു പുറപ്പെട്ടു. മുത്തപ്പ സന്നിധാനങ്ങളിൽ മണന്തണക്കാളി എന്ന അമ്മദൈവവും കെട്ടിയാടി വരുന്നു. നെടുമ്പം മടപ്പുര സന്നിധാനത്തിൽ വിശുദ്ധ വൃക്ഷലലാദികൾ പടർന്നു പന്തലിച്ച വടക്കേ സോപാനത്തിലാണ് ദേവിയുടെ ആസ്ഥാനം. ഭക്തന്മാർക്ക് അഭീഷ്ടസ്ഥിതി നേടിക്കൊടുക്കുന്ന ദേവതയാണ് ശക്തിസ്വരൂപിണിയായ അമ്മ മണന്തണക്കാളി.